ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദനഹാകാലം 1-ാം ഞായറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. ആരായിരിക്കണം ഒരു യഥാർത്ഥ നേതാവെന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞവനാണ് യഥാർത്ഥ നേതാവ്. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരെ ആയിരിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ നേതാവെന്ന് വിളിക്കേണ്ടവർ. ആഫ്രിക്കയിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഒരു ദിവസം ഒരു മരത്തിന് ചുവട്ടിൽ 2 സ്ത്രീകളെ, അടിമകളായ 2 സ്ത്രീകളെ 100 ഷില്ലിങ്ങിന് വിൽക്കാനായിട്ട് നിർത്തിയിരിക്കുക. ഈ തുക കേട്ടുകൊണ്ട് ഒരുപാട് പേര് ആ പരിശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പുറത്തൊരു സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ഒരു യുവാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ തുക കൊടുത്തുകൊണ്ട് ഈ 2 അടിമ പെണ്ണുങ്ങളെ വാങ്ങി കുറച്ചു ദൂരെ മുൻപോട്ട് പോയിട്ട് അവരുടെ കെട്ടുകൾ അഴിച്ച് അവരെ സ്വതന്ത്രമാക്കി വിടുന്നു. അതേ സ്നേഹമുള്ളവരെ, ആഫ്രിക്ക കണ്ട ഏറ്റവും വലിയ വിമോചന നേതാവായ ഡേവിഡ് ലിവിങ്സ്റ്റൺ ആയിരുന്നത്. 1840കളിൽ ആഫ്രിക്കയിൽ എത്തുകയും പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുകയും അടിമകളെ മോചിപ്പിക്കുവാൻ തക്കവിധം മനോഹരമായ ശുശ്രൂഷ ചെയ്ത ഒരു മിഷണറി ആയിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. 1844 ഒരു സിംഹത്തിന്റെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൈ തളർന്നുപോയെങ്കിലും ചടുലമായിട്ടുള്ള തന്റെ ശുശ്രൂഷ വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു പോന്നിരുന്നു. 1873 ഏപ്രിൽ 30-നാണ് അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ മരണം വളരെ വ്യത്യസ്തമായിരുന്നു. അടിമകൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഒരുപാട് നേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മരിക്കുന്ന അന്ന് രാത്രി അദ്ദേഹം മുട്ടിന്മേലായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പിറ്റേന്ന് ആളുകൾ കടന്നു വന്ന് നോക്കുമ്പോൾ മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചിരിക്കുന്നത്. ആരാണ് ഒരു യഥാർത്ഥ നേതാവെന്ന് ഈശോയുടെ ജീവിതത്തിലൂടെയും ചരിത്രത്തിലുടനീളവും നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ, കർത്താവിന്റെ ആത്മാവുള്ളവനാണ് യഥാർത്ഥ നേതാവെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ തെളിവായി എടുത്തു വെക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി സ്വയം തിരസ്കൃതരായ ചില കഥാപാത്രങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സാംസൺ, ദൈവത്തിന്റെ ശപഥം, നാസിർ വ്രതം തെറ്റിച്ചുകൊണ്ട് കർത്താവിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി തിരസ്കൃതനായ ഒരു ജനനായകൻ. മറ്റൊന്ന് സാവൂൾ, പഴയ നിയമത്തിലെ സാവൂൾ. സാമുവേൽ എന്ന പുരോഹിതന് പകരം ദഹനബലി അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്നും തിരസ്കൃതനായ ഒരു നായകൻ. അങ്ങനെ പോകുന്നു ബൈബിളിലെ ഒട്ടനവധി കഥാപാത്രങ്ങൾ, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും. ഇന്നിന്റെ നേതാക്കന്മാർക്കും ഇല്ലാതെ പോകുന്നത് ഈ കർത്താവിന്റെ ആത്മാവിനെയാണ്. അവർ തേടുന്നത് മറ്റു പല ആത്മാക്കളെയുമാണ്. പണത്തിന്റെ, പ്രശസ്തിയുടെ ആത്മാക്കളെ തേടി നടക്കുമ്പോൾ കർത്താവിന്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒരു വലിയ ചിന്ത തന്നെയാണ്. ഒരിക്കൽ ഇന്ത്യ സന്ദർശിക്കാമെന്ന വിയറ്റ്നാം പ്രസിഡന്റ് ഹൊമിച്ചിൽ ഇവിടുത്തെ നേതാക്കളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന്. ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, രാഷ്ട്രീയമെന്ന്. പ്രസിഡന്റിന് ആകെ സംശയമായി. അദ്ദേഹം ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾ എന്തിലാണ് കൂടുതൽ വ്യാപൃതരായിരിക്കുന്നതെന്ന് ചോദിച്ചു. നേതാക്കന്മാർ പറഞ്ഞു, രാഷ്ട്രീയത്തിലാണെന്ന്.
പ്രസിഡന്റ് കുറച്ചുകൂടിയും ഉത്തരം വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ഉപജീവന മാർഗം എന്താണെന്ന്. നമ്മുടെ നേതാക്കന്മാർക്ക് കാര്യം പിടികിട്ടി. തല താഴ്ത്തിയിരിക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. രാഷ്ട്രീയം ഉപജീവനമാക്കുന്ന നമ്മുടെ കാലഘട്ടം. വിയറ്റ്നാം പ്രസിഡന്റ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എന്റെ ഉപജീവന മാർഗം കാർഷിക രംഗമാണ്. ഞാൻ എന്നും അതിരാവിലെ എഴുന്നേറ്റ് എന്റെ ജോലി ചെയ്ത് തിരിച്ചു പോന്നിട്ടേ എന്റെ പ്രസിഡന്റ് പദവി ഞാൻ ഉപയോഗിക്കാറുള്ളൂ. സ്നേഹമുള്ളവരെ, നല്ല നേതാവാകണമെങ്കിൽ കർത്താവിന്റെ ആത്മാവിനാൽ നാം നിറഞ്ഞിരിക്കണം. എന്നിരുന്നാലേ ദരിദ്രന്റെ വിശപ്പറിയാൻ സാധിക്കൂ. എന്നിരുന്നാലേ ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കൂ. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ ഈ കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയണം. അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അപകടകരമായ സുസ്ഥിരമല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ കടന്നു ചെല്ലുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മൾ കർത്താവിന്റെ ആത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ധനഹാകാലം ആദ്യത്തെ ആഴ്ചയില് നമ്മുടെ ഭാരതത്തിലെ എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് നയിക്കുവാൻ, ജനതകളെ ശക്തിപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. നേതാക്കന്മാർ ശുശ്രൂഷകരാണ്. കർത്താവിന്റെ ആത്മാവിനാൽ നിറയുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ നേതാക്കന്മാരായി മാറുന്നത്. ആമേൻ.